ഇന്നുണ്ടല്ലോ ആത്മീയത എന്തിനാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് ഇത്ര ആവശ്യം ഉണ്ടായിരുന്നില്ല ആത്മീയത, ഇന്ന് ആവശ്യമാണ്. കാരണം ഇന്ന് അനാവശ്യ ചിന്തകളുടെ തീവ്രത കുറവാണോ കൂടുതലാണോ? കൂടുതലാണ്. കാരണം പണ്ട് കൂട്ടുകുടുംബങ്ങളായപ്പോൾ മിണ്ടിപ്പറയാനൊക്കെ ആളുകളുണ്ടായിരുന്നു. ഇന്നിപ്പം മിണ്ടിപ്പറയാൻ വീടുകളിൽ ആളുകളില്ല. അതുകൊണ്ട് എന്തു പറ്റി? ചെറിയ ചെറിയ വിഷമങ്ങൾ പോലും നമ്മൾ ഉള്ളിൽ ഒതുക്കി, ഉള്ളിൽ അമർത്തി, ഉള്ളിൽ കൊണ്ട് നടന്ന്. നോക്കൂ, പണ്ടൊക്കെ വീട്ടിലൊരു മരണം നടന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണുന്നു, ആ വിഷമം പറയുന്നു, കുറെ കഴിഞ്ഞ് ആ ദുഃഖത്തിന്റെ തീവ്രത കുറയുന്നു. ഇന്നിപ്പം മരണം നടന്നാൽ മനസ്സിൽ നിന്ന് ആ വേദന മാറ്റാൻ പറ്റുന്നില്ല. കാരണം ആരോടും നമുക്ക് പങ്കുവെക്കാനില്ല. ഇനി പങ്കുവെക്കാനുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർക്കൊന്നും കേൾക്കാനുള്ള താല്പര്യവുമില്ല. നിങ്ങൾ നോക്കൂ, പഴയതിനേക്കാളും ഇന്നത്തെ കാലത്ത് ഈവൻ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പോലും ഒരു മനസ്സറിഞ്ഞ് മനസ്സ് തുറന്ന് സംസാരിക്കുന്നവർ കുറവാണോ കൂടുതലായിരിക്കും? സത്യം പറയൂ, അവർക്ക് പറയൂ, കുറവാണോ കൂടുതലാണോ? കുറഞ്ഞു വരികയാണ്. മൊബൈൽ നമുക്ക് വലിയ സൗകര്യം തന്നിരുന്നെങ്കിലും, മൊബൈലിലൂടെ ഇന്ന് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും, മനുഷ്യബന്ധത്തിൽ സാരമായ അകൽച്ചയുണ്ടാക്കാൻ മൊബൈലിന് സാധിച്ചിട്ടുണ്ട്. ശരിയാണോ? സത്യം പറയൂ, ഉണ്ടോ ഇല്ലയോ? അപ്പൊ മക്കളോടൊക്കെ നിങ്ങൾക്ക് പഴയ കാലത്ത് നിങ്ങൾ അച്ഛനമ്മമാരോട് ഇടപഴകിയ, നമ്മൾ അമ്മമാരോട് ഇടപഴകിയ ഒരു കാലഘട്ടം ഇല്ലേ? എന്തും തുറന്നു പറയാനും എന്തു പറയുമ്പോഴും അതിനൊക്കെ എന്തെങ്കിലും ഒരു പോംവഴി കാണിച്ചു തരാനും സാധിക്കുന്ന രീതിയിലുള്ള അന്നത്തെ ബന്ധം ഇന്നിപ്പോൾ അമ്മമാരോട് പോലും കുട്ടികൾ പറയാതെ മനസ്സിലൊതുക്കി, അമർത്തി, അടക്കി കൊണ്ടു നടക്കുമ്പോൾ മനസ്സിലായില്ലേ? കാലം മാറി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഈ അമർത്തി വച്ച ചിന്തകളെല്ലാം നമ്മുടെ പ്രാണശരീരത്തെയും ആന്തരിക അവയവ പ്രവർത്തനങ്ങളെയും സാരമായി ബാധിക്കുന്നുണ്ട്, കേടുവരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിന്തകൾ കൂടുമ്പോൾ ഓർത്തു വെക്കണം, ഇതിനെ പറയുന്ന പേരാണ് ആധി. എന്താണ് ആധി? ചിന്തകൾ കൂടുമ്പോൾ, ആധി വർദ്ധിക്കുമ്പോൾ വ്യാധിയായി മാറും.